എന്തെങ്കിലും പറ്റിയോ? ഒന്നുമില്ല. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. വേണ്ട. എന്താ കാര്യം? നിങ്ങളാരായി കുട്ടിയുടെ? എന്റെ അമ്മാവന്റെ മോളാ. ആണോ? അല്ല സാർ, ഇവരെ ഞാൻ കണ്ടിട്ടേ ഇല്ല. ഈ കൂടുതൽ വർത്താനൊന്നും പറഞ്ഞു. എന്താ സാറേ കാര്യം എന്ന് വെച്ചാ പറ. കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല. ഹോസ്പിറ്റലിൽ പോണോ? വേണ്ട സാർ, സാറിന് കഴിയുമെങ്കിൽ എന്നെ എന്റെ വീട്ടിലെത്തിച്ച ഉപകാരമായിരുന്നു. ശരി. ആരാ അവര്? ഞാൻ തിരുവല്ലയിൽ എന്റെ അമ്മയുടെ വീട്ടിൽ പോയിട്ട് വരുന്ന വഴിയാ. ഞാൻ ട്രെയിനിൽ കയറിയപ്പോൾ അവരും എന്റെ കൂടെ കയറി. ഞാൻ ഇറങ്ങിയപ്പോൾ മുതൽ അവരും എന്റെ പുറകെ ഉണ്ട്. സാറ് വന്നില്ലായിരുന്നെങ്കിൽ. ഇത് രഞ്ജിസാന്റെ വണ്ടിയല്ലേ സാർ? രഞ്ജി എങ്ങനെ അറിയും? എനിക്കറിയാം. വളരെ ഉപകാരം സാർ. പരിപാടിയൊക്കെ കഴിഞ്ഞ് കൊണ്ടുവന്ന് വിടുകയായിരിക്കും. രാത്രി ആയതുകൊണ്ട് കാണില്ലെന്ന് വിചാരിച്ചു അല്ലേ? വലിയ വലിയ ആളുകളാവുമ്പം ചെറിയ വീട്ടിലെ സൗകര്യങ്ങളൊന്നും പറ്റില്ലായിരിക്കും. എന്താ ഇത്? ഞങ്ങൾ അയൽവക്കാരാ. ഞങ്ങൾക്ക് ഇവിടെ കിടന്ന് ഉറങ്ങണം. രാത്രിയും പകലൊന്നുമില്ലാതെ കാർ വരലും ബഹളവും ഒക്കെ. ഇവരെന്തായി പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇവന്മാർക്ക് വേറെ പണിയൊന്നുമില്ല സാറേ, സാറ് വയ്ക്കൂ. അതേടി, ഞങ്ങൾക്ക് വേറെ പണിയില്ലാത്തോണ്ടായിരിക്കും നീ രാത്രിയും പകലും കിടന്ന് പണിയെടുക്കുന്നത്. ഞാൻ പണിയെടുക്കുന്നതുകൊണ്ട് നിങ്ങൾക്കൊന്നും നഷ്ടം വരാനില്ലല്ലോ. ഇല്ലടി, നിന്റെ ബിസിനസ് ഇന്ന് നിർത്തി തരാം. നിങ്ങൾ ഇങ്ങനെ പാത്തും പതുങ്ങി വരാൻ തുടങ്ങിയിട്ട് കാലം കുറെ ആയല്ലോ. കണ്ട വലിയ മാന്യനാണ്. എന്റെ ശരീരം വിറ്റാ ഞാൻ കാശുണ്ടാക്കുന്നത്. അതിന് നിനക്കൊക്കെ എന്താ? ഇനി നിന്റെ വ്യഭിചാരം ഇവിടെ തുറന്നുകൊണ്ട് പോകാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല. ഞങ്ങളെ കുടുംബവും കുട്ടികളുമായിട്ട് അന്തസ്സായിട്ട് അവിടെ താമസിക്കുന്നത്. ആറുവാണിച്ചയുടെ ഒരു ന്യായീകരണം. പോകാൻ വരട്ടെ സാറേ, അവളെയും കൂടെ അങ്ങ് കൊണ്ട് പൊക്കോ. നിങ്ങൾ മാന്യന്മാരെ അവമാനിക്കരുത്. മാന്യന്മാരായിരിക്കും രാത്രി തലയെ തുണിയിട്ടുകൊണ്ട് വരുന്നത്. ഏതാ കല്യാണ സ്ത്രീ? ഏതോ തെക്കങ്ങാണ്ട് കിടന്നിട്ട് അർവാണിക്കുക. ഏതായാലും മനുഷ്യനിവിടെ സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയായിട്ടുണ്ട്. വീട് വാടകയ്ക്ക് എടുക്കുമ്പോ നോക്കിയും കണ്ടും കൊടുത്തില്ല ഇങ്ങനെയൊക്കെ ഇരിക്കും. ആ നായർക്ക് പണം കിട്ടിയാൽ മതിയല്ലോ. എപ്പോഴും ആളുകൾ വന്നും പോയി ഇരിക്കുന്ന കാണാം. ആ കാർ ഇവിടെ പലപ്പോഴും കിടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കുഞ്ഞെ. ഏതോ കൊള്ളാവുന്ന വീട്ടിലെ പയ്യനാണെന്നാ തോന്നുന്നത്. നാട്ടുകാർ ചെയ്തത് ഏതായാലും നന്നായി. നാണവും മാനവും ഉള്ളവനാണ് ഇനി ഇങ്ങോട്ട് വരില്ലല്ലോ.
റാസ്കൽ, നീ എന്റെ കാറുമായിട്ട് എവിടേക്കാണ് പോറുള്ളത്? എന്താ അളിയാ? നീ അതുമായിട്ട് കണ്ട തേവടിച്ചുള്ള വീട്ടിലൊക്കെ പോകാറുണ്ടോ? ഉണ്ട്. നീ ആ ഷാപ്പിനടുത്തുള്ള ഒരു വീട്ടിൽ പോകാറുണ്ടോ? ഒരു വാസന്തിന്റെ വീട്ടിൽ പോയി പല പ്രാവശ്യം പോയിട്ടുണ്ട്. അതിനിപ്പോ എന്ത് പറ്റി? നിനക്കൊന്നും പറ്റിയില്ല. നീയാണെന്ന് കരുതി നാട്ടുകാരനെ പിടിച്ചു നിർത്തി. അയ്യോ, അപ്പൊ ആകെ നാറിപ്പോയി കാണുമല്ലോ. അല്ല, നീ എന്തിനാ അവിടെ പോയത്? ഞാൻ പോയതല്ല, എനിക്ക് പോകേണ്ടി വന്നു. ഞാൻ ട്രിവാൻഡ്രത്ത് നിന്ന് വരുന്ന വഴി ആകെ കുഴപ്പമായല്ലോ. ഇനിയിപ്പോ എന്ത് ചെയ്യും? സാരമില്ല, തുളസിയെ കണ്ട് ഞാൻ കാര്യം പറയാം. വേണ്ട, നീ സംസാരിച്ച പിന്നെയും കുഴപ്പമാവും. ഞാൻ പറയുന്നത് ഒന്ന് കേൾക്കൂ. വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. എന്നെ പറഞ്ഞ് ബോധ്യപ്പെടുത്താനുള്ള ന്യായീകരണങ്ങളും കൊണ്ടല്ലേ നിങ്ങൾ വന്നിരിക്കുന്നത്? എനിക്കതൊന്നും കേൾക്കണം. തുളസി, നീ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഞാൻ തുളസി, എന്ത് പറ്റി തുളസി? ഒന്നുമില്ല. ആരാ പോയത്? അത് എന്റെ ബോസാണ്, മിസ്റ്റർ ബാലചന്ദ്രൻ. ബാലചന്ദ്രൻ ഇവിടെ തുളസി കാണാൻ വന്നത്? അത് സത്യത്തിൽ എനിക്ക് ഭാഗ്യത്തോട് അസൂയ തോന്നുന്നു. പ്രപഞ്ച സൗന്ദര്യം മുഴുവനും വാരിക്കോരിയെടുത്താണ് പ്രപഞ്ച സൗന്ദര്യം മുഴുവൻ വാരിക്കോരിയെടുത്താണ് ഈശ്വരൻ തുളസിയെ സൃഷ്ടിച്ചിരിക്കുന്നത്. ദേ കണ്ടില്ലേ? ഭൂമിയുടെ സൗന്ദര്യം മുഴുവൻ തുളസിയുടെ കണ്ണുകളിൽ ആവാഹിച്ചിരിക്കുകയാണ്. തുളസി, നിന്നോടും മിസ്റ്റർ ബാലചന്ദ്രൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു കാണുമല്ലേ? തുളസി, പ്രായം കൊണ്ടും അനുഭവം കൊണ്ടും ഞാൻ നിന്റെ ചേച്ചിയെ പോലെയാണ്. എന്നോട് നീ ഒന്നും മറയ്ക്കാൻ ശ്രമിക്കണ്ട. ചേച്ചിക്ക് ആ മനുഷ്യനെ നേരത്തെ അറിയാമോ? ഓർമ്മകൾ സൂക്ഷിച്ചു വെക്കാവുന്ന ഒരാളായിട്ടല്ല, ഞാനറിയുന്ന പലരിൽ ഒരാളായിട്ട്. ചേച്ചി, ആ മനുഷ്യന്റെ ഓഫീസിൽ ചേച്ചി ജോലി ചെയ്തിട്ടുണ്ടോ? ജോലി ചെയ്തിട്ടുണ്ട്, ഓഫീസിലല്ല. മൂന്നാറിലെ TVയിൽ 68 നമ്പർ മുറിയിൽ. ചേച്ചി, തുളസിക്ക് അത്ഭുതം തോന്നുന്നുണ്ടാവുമല്ലേ? എന്നും രാവിലെ നിങ്ങളെപ്പോലെ തന്നെ ഉടുത്തൊരുങ്ങി ഞാനും ഓഫീസിലേക്ക് പോകാറുണ്ട്. എന്റെ ഓഫീസ് നഗരത്തിലെ ഏതെങ്കിലും ഒരു ഹോട്ടൽ മുറി, അല്ലെങ്കിൽ ആളൊഴിഞ്ഞ ഏതെങ്കിലും ഒരു താവളം, കൂട്ടായി ഏതെങ്കിലും ഒരു മാന്യൻ. ഈ ഹോസ്റ്റലിൽ എന്റെ മുറിയിൽ താമസിച്ചതിൽ തുളസിക്കിപ്പോൾ വിഷമം തോന്നുന്നുണ്ടാവുമല്ലേ? അറിയുമ്പോഴല്ലേ ഉള്ളൂ ആ ഉറപ്പ്.